الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فإذا فرغت فانصب وإلى ربك فارغب. സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. സൂറത്തു ശറഹിലെ അവസാനത്തെ 2 വചനങ്ങളാണ് ഓതി വെച്ചത്. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഫൈദാ ഫറഗ്ത, നീ വിരമിച്ചാൽ, ഫൻസബ്, നീ അധ്വാനിക്കണം. ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് എന്ന നിലയ്ക്ക് ജീവിതം മുഴുവനും ഉപയോഗപ്പെടുത്തുന്നവരാണ് ശരിയായ സത്യവിശ്വാസം. കഴിഞ്ഞു, ഇനി അല്പം വിശ്രമിക്കാമെന്നുള്ളത് വിശ്വാസിയുടെ ചിന്തയല്ല. സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗം ലക്ഷ്യമാക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, ലക്ഷ്യത്തെപ്പറ്റി ബോധമുള്ള ഒരാളുടെ തോന്നലല്ല അത്തരം ചിന്തകൾ. നബി തങ്ങളെ പറഞ്ഞു, അലാ ഇന്ന സൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സൽഅത്തല്ലാഹിൽ ജന്ന. അറിയണേ, റബ്ബിന്റെ വിഭവം ഏറെ വില കൂടിയതാണ്. ആ വിഭവം സ്വർഗമാണ്. സ്വർഗം വിലയില്ലാത്തതല്ല. അതുകൊണ്ട് ആർക്കും എന്തിനും എങ്ങനെയും നൽകുന്ന ഒന്നല്ല സ്വർഗമെന്ന്. അത് വില കൂടിയതാണ്. അത് ആ വില കൂടിയ സ്വർഗം ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള യോഗ്യതകൾ ഉണ്ടാക്കിയെടുക്കുക അനിവാര്യമാണ്. വിശ്വാസിയുടെ വിശ്രമം ദുനിയാവിലല്ല, ഖബറിലാണ്. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, മരണം എന്നത് റാഹത്താണ് വിശ്വാസികൾക്ക്. മരണം ഒരു റാഹത്താണ്, ആശ്വാസമാണ്. അതുവരെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ക്ഷീണങ്ങളുമെല്ലാമായി വ്യത്യസ്തമായ തലങ്ങളിൽ ഓടി കിതച്ച് ക്ഷീണിച്ച് അവസാനം മരിക്കുമ്പോൾ ആ പ്രയാസമെല്ലാം അവസാനിച്ചു. പിന്നെ വിഷമങ്ങളില്ല, പിന്നെ ടെൻഷനില്ല, പിന്നെ പ്രയാസമില്ല, ക്ഷീണമില്ല, ദാഹമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ഒന്നുമില്ല. പിന്നെ ആശ്വാസം മാത്രം. അതാണ് വിശ്വാസി ആഗ്രഹിക്കുന്നത്. നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ
അതിശക്തമായ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന കണ്ടപ്പോൾ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, വാ കർബ അബതാ, എന്റെ വാപ്പക്ക് എത്ര ഒരു വേദനയുണ്ട്, എന്തൊരു വേദനയാണ് ഇപ്പൊ സഹിക്കുന്നത് എന്ന് മകൾ പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ലാ കർബ അലാ അബീകി ബഅദൽ യൗം, മോളെ നിന്റെ ഉപ്പാക്ക് ഇന്നുകൂടി മാത്രമേ വേദനയുള്ളൂ, ഇന്ന് കഴിഞ്ഞാൽ പിന്നെ വേദനയില്ല, ഇത് അവസാനത്തെ വേദനയാണ്, ഇനി വേദനയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ സമാധാനിപ്പിക്കുകയാണ്. അതാണ് വിശ്വാസിയുടെ കാഴ്ചപ്പാട്. ക്ഷീണം ദുനിയാവിലേ ഉള്ളൂ, തളർച്ചയും വേദനയും ദുനിയാവിലേ ഉള്ളൂ, വിഷമങ്ങളും സങ്കടങ്ങളും ദുനിയാവിലേ ഉള്ളൂ. ആ വേദനകളെപ്പോലും പരലോകത്തേക്കുള്ള വിഭവമായി, മുതൽക്കൂട്ടായി, അവിടേക്കുള്ളൊരു അസറ്റായി മാറണമെന്ന ചിന്തയും ആഗ്രഹവുമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. അതാണ് ഫൈദാ ഫറഗത ഫൻസബ്, ഒന്ന് കഴിഞ്ഞാൽ നീ വീണ്ടും അധ്വാനിക്കണം, വിശ്രമിക്കാൻ നിൽക്കുകയല്ല. റമദാനെ കഴിഞ്ഞു, ഇനിയൊന്ന് ഗ്യാപ്പാവട്ടെ എന്നല്ല, ഒരു അല്പം ആശ്വാസമാകട്ടെ, വിശ്രമിക്കട്ടെ, ഇല്ല, വിശ്രമിക്കാനായിട്ടില്ല. വിശ്വാസിക്കെല്ലാം നന്മയുടെ അവസരങ്ങളാണ്. എല്ലാ ദിവസവും വിശ്വാസിക്ക് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. എല്ലാ ദിവസവും നന്മകൾ കൊണ്ട് സമ്പന്നമാകേണ്ടതാണ്. അല്ലാതെ റമദാനിൽ മാത്രമായല്ല, റമദാനിൽ നന്മകൾ അധികമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് നന്മ ഇല്ല എന്നല്ല. ഒന്ന് ഖൈറാണെന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഖൈറല്ല എന്നല്ല. ആ സമയം അധികമായി ഖൈർ ലഭിക്കാവുന്ന, കൂടുതൽ നന്മകൾ നേടാവുന്ന അവസരമാണ് എന്ന് മാത്രമാണ്. അല്ലാത്ത സമയത്തുമുണ്ട് എല്ലാ നന്മകളും. ഏത് നന്മയാണ് അല്ലാത്തത്? റമദാനിൽ നമ്മൾ ചെയ്ത അമലുകളിൽ നിർബന്ധ നോമ്പ് എന്ന് ഒഴിച്ചു മാറ്റിയാൽ ബാക്കിയെല്ലാം നമുക്ക് എല്ലാ സമയത്തും ഉള്ളതാണ്. അല്ലാതെ റമദാനിൽ മാത്രമായുള്ള ഇബാദത്ത്, റമദാനിൽ മാത്രമുള്ള അമല് എന്ന ഒന്നില്ല. ജീവിതം മുഴുവനും വിശ്വാസിക്ക് നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാനുള്ളതാണ്. റമദാൻ നന്മകൾക്ക് മഹത്വം വർദ്ധിക്കുന്നു എന്ന് മാത്രം, പ്രതിഫലം കൂടുന്നു എന്ന് മാത്രം. അല്ലാത്ത സമയത്ത് നന്മയില്ല എന്നില്ല. അതുകൊണ്ട് ഒന്ന് റമദാന് കഴിഞ്ഞു, ഇനി നമുക്ക് അധ്വാനിക്കാനുണ്ട്. ശവ്വാലിലും അത് കഴിഞ്ഞ് ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും എല്ലാ മാസത്തും നമുക്കുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല റമദാനിൽ മാത്രമല്ല നിരീക്ഷിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല റമദാനിൽ മാത്രമല്ല കൽപ്പനകളെ, വിരോധങ്ങളെ നമ്മോട് ശാസിക്കുന്നത്. നേരെ മറിച്ച് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ റബ്ബ് പതിസ്ഥാനത്താണ്, നിരീക്ഷണ സ്ഥാനത്താണ് നിന്റെ റബ്ബുള്ളത്. അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ റഖീബാണ്, നിരീക്ഷിക്കുന്നവനാണ്. എല്ലാം അവൻ നോക്കിക്കാണുന്നുണ്ട്. അല്ലാഹ് അലീമാണ്, സമീആണ്, ബസീറാണ്. എല്ലാം കാണുന്ന, കേൾക്കുന്ന, എല്ലാം അറിയുന്ന, ഗൂഢമായതിനെ പോലും അറിയുന്ന ലതീഫായ ഖബീറായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെല്ലാ സമയത്തുമാണ്, റമദാനിൽ മാത്രമല്ല. റമദാനിൽ തെറ്റ് ചെയ്യുന്നത് അല്ലാഹനെ പേടിച്ച് മാറ്റിയെങ്കിൽ ശവ്വാലിലും അതേ റബ്ബ് നമ്മെ കാണുന്നുണ്ട്. റമദാനിൽ പടച്ച റബ്ബിന്റെ വജ്ഹിന് വേണ്ടി നന്മകൾ ചെയ്തെങ്കിൽ ശവ്വാൽ മാസത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്. അല്ലാതെ അതൊന്നും അവസാനിച്ചിട്ടില്ല. അല്ലാഹു തആല എല്ലാ സമയത്തും മനുഷ്യരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്കുച്ചരിച്ചാൽ അത് രേഖപ്പെടുത്താൻ മലക്കുണ്ട് എന്ന് പറഞ്ഞത് റമദാനിൽ മാത്രമല്ലല്ലോ. ഒരു വാക്കുച്ചരിക്കുന്നുവെങ്കിൽ പോലും സൂക്ഷ്മമായി രേഖപ്പെടുത്താൻ സജ്ജമായി നിൽക്കുന്ന നിരീക്ഷകൻ ഇല്ലാതെ ഇല്ലെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അത് എല്ലാ സമയത്തുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. പ്രായപൂർത്തിയായ കാലം മുതൽ അവസാന ശ്വാസം വരെ ദുനിയാവിൽ നിന്ന് മരിച്ചു വരിയുന്ന ആ സമയം വരെയും ആ നിരീക്ഷണം മനുഷ്യന്റെ കൂടെയുണ്ട്. സദാസമയം നിരീക്ഷിക്കുകയാണ്. അവന്റെ പിന്നാലെ നിരീക്ഷണവുമായി മലക്കുകളുണ്ട്. ചെയ്തു വെച്ച മുഴുവനും രേഖപ്പെടുത്തുന്നുണ്ട്. പറയുന്ന ഓരോന്നും രേഖയായി മാറുന്നുണ്ട്. അവര് മറന്നിരിക്കുന്നു, പക്ഷേ പടച്ച റബ്ബ് മറന്നിട്ടില്ല. അബ്ബതെല്ലാം കൃത്യപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം കണക്കാക്കിയിട്ടുണ്ട്, എല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട് എന്നാണ്. നമ്മൾ മറന്നു പോകും പലതും, പക്ഷേ പടച്ച റബ്ബ് മറക്കുന്നില്ല. അങ്ങനെ സദാസമയവും റഹ്മാനായ റബ്ബിന്റെ നിരീക്ഷണമുണ്ട് എന്ന ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനാണ് ഈ റമദാൻ നമുക്ക് നിമിത്തമായത്. അറിവുകൾ നേടാൻ നമുക്ക് കുറെ കഴിഞ്ഞു. തഖ്വ കിട്ടി, തസ്കിയത്ത് കിട്ടി, തർബിയത്ത് കിട്ടി, റബ്ബുമായുള്ള ബന്ധം വർദ്ധിപ്പിച്ചു. ആ ബോധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞുവെന്നർത്ഥം. ഇനി ആ ബോധമാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളും നന്മ കൊണ്ട് സമ്പന്നമാക്കി മാറ്റാനാണ് നാം പരിശ്രമിക്കേണ്ടത്. റബ്ബിനെ ഓർക്കുക, റബ്ബിന് വേണ്ടി അധ്വാനിക്കുക. റബ്ബിലേക്കാണ് നിന്റെ റഗ്ബത്ത്, നിന്റെ പ്രതീക്ഷ, നിന്റെ ആഗ്രഹം ആ റബ്ബിലേക്കാണ്.
അള്ളാഹിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവന്റെ മഗ്ഫിറത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ നിഅമത്തിനെ ഫളലിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ അദാബിനെ പേടിച്ചുകൊണ്ട്, ആ റബ്ബിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള അധ്വാനം അതാണ് നമുക്ക് വേണ്ടത്. ഇദാ ഫറഗത ഫൻസബ്, നീ വിരമിച്ചാൽ നീ അധ്വാനിക്കുക എന്ന് പറഞ്ഞത് അത്തരം അധ്വാനങ്ങളാണ്. അതുകൊണ്ട് ജീവിതം മുഴുവനും അധ്വാനമായി മാറണം, ജീവിതം മുഴുവനും നന്മകളാൽ സമ്പന്നമായി മാറണം, ജീവിതം മുഴുവനും പരമാവധി അമലുകൾ ചെയ്ത് കൂട്ടി സ്വർഗത്തിലേക്ക് പോകാനുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഈ ജീവിതമായി മാറേണ്ടത്. ഈ ജീവിതം വിഭവങ്ങളെ ശേഖരിക്കാനാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്നാൽ ആഖിറത്തിലേക്കുള്ള മസ്റഅയാണ് എന്നാണ്, കൃഷിയിടമാണ്. അവിടെ വിളവെടുക്കണം, അവിടെ വിളവ് ലഭിക്കണമെങ്കിൽ ഇവിടെ കൃഷി ഇറക്കണം. ആ കൃഷി ഇറക്കാനുള്ള ഇടമാണ്, ലോകമാണ് ദുനിയാവ് എന്ന്. ദുനിയാവിനെ ആ നിലയ്ക്ക് കാണുക. നന്മകൾ ചെയ്യാവുന്ന ലോകം ഈ ദുനിയാവാണ്. ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നന്മകൾ ചെയ്യാനാവില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സുബ്ഹാനല്ലാഹ് പോലും അധികമായി ചൊല്ലാൻ പിന്നെ അവസരമില്ല, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലാൻ പിന്നെ അവസരമില്ല. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് ഒരുപക്ഷെ ആശയുണ്ടായേക്കാം, ചെയ്തിരുന്നെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ അമൽ ചെയ്തിരുന്നുവെങ്കിൽ ആശയുണ്ടായേക്കാം. പക്ഷെ കാര്യമില്ല, ശ്വാസം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ നന്മയും അധികമായി ചെയ്യാനില്ല. ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമലെല്ലാം മുറിഞ്ഞു, എല്ലാം അവസാനിച്ചു. പിന്നെ നിസ്കാരമില്ല, പിന്നെ നോമ്പില്ല, പിന്നെ ദിക്റില്ല, ദുആഇല്ല, സ്വലാത്തില്ല, പിന്നെ ഒരു അമലും ചെയ്യാൻ അവന് സാധ്യമല്ല. ചെയ്തു വെച്ചതിന് വല്ലതും ബാക്കിയാകുന്നുവെങ്കിൽ അത് കിട്ടുമെന്നല്ലാതെ, ഇല്ലാ മിൻ സലാസ്, മൂന്നെണ്ണമല്ലാതെ. ജാരിയായ നന്മകൾ, നിലനിൽക്കുന്ന സംവിധാനങ്ങൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, അതേപോലെ ഉപകാരപ്രദമായ അറിവ് സമൂഹത്തിലും പകർന്നു കൊടുത്തെങ്കിൽ അതുണ്ടാകുമെന്നല്ലാതെ. അഥവാ ചെയ്തു വെച്ചത് ബാക്കിയായി നിൽക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അതവന് കിട്ടും, അത് അവന്റെ അധ്വാനം തന്നെയാണ്, അതവന്റെ സമ്പാദ്യം തന്നെയാണ്. അതല്ലാത്ത ബാക്കിയെല്ലാം അവന്റെ അമലെല്ലാം മുറിഞ്ഞുപോയി, നിലച്ചുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ആ ഒരു നിലക്കുന്നതിന് മുമ്പ് എത്രമാത്രം സമ്പാദിക്കാൻ കഴിയുമോ, എത്രമാത്രം നമുക്ക് അമലുകൾ വാരിക്കൂട്ടാൻ കഴിയുമോ അതിനുള്ള പരിശ്രമങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ഈ പെരുന്നാൾ ദിവസത്തിലും ശേഷമുള്ള ജീവിതത്തിലുമൊക്കെ ആ ബോധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നന്മകളെ പരമാവധി വർദ്ധിപ്പിച്ച് എപ്പോൾ പോകേണ്ടി വന്നാലും നന്മകൾ നിറഞ്ഞ, നന്മയുടെ തുലാസ് ഭാരമേറാവുന്ന അമലുകളുമായി റബ്ബിനെ കണ്ടുമുട്ടണം. ആ നിലയ്ക്ക് ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി പ്രാർത്ഥിച്ച, ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണിപ്പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു കാര്യം, വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ. ആദ്യ ഭാഗത്ത് ദുനിയാവിന്റെ കാര്യം, ദീനിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യം എല്ലാം നബി തങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി, അബ്ബേ നീ എനിക്ക് നന്നാക്കി തരണേ, ദീനി, എന്റെ ദീൻ നന്നാക്കി തരണേ. അല്ലത്തി ഹിയ ഇസ്മത്തു അംദി, അതാണല്ലോ എന്റെ കാര്യങ്ങൾ ഏറ്റവും മുഖ്യമായ ദീനാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും. ആ ദീൻ നീ എനിക്ക് നന്നാക്കി തരണേ എന്നാണ്. ദീനുപ്രകാരം ജീവിക്കാൻ, ശരിയാവണ്ണം ദീൻ ഉൾക്കൊള്ളാൻ, അത് പ്രാവർത്തികമാക്കാൻ എല്ലാമുള്ള സാഹചര്യം, ഒരു സന്ദർഭവും എനിക്ക് ഉണ്ടാക്കി തരണം. അതോടൊപ്പം ദുനിയാവും ഉണ്ടാക്കി തരണേ അല്ലാഹ്. അല്ലത്തി ഫീഹാ മആസി, അതിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. നാണം കെടാതെ, വഷളാകാതെ, ആരാന്റെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യം വരാതെ, അപമാനിതനാവാതെ ജീവിക്കാവുന്ന സാഹചര്യം ഉണ്ടാകൽ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദുനിയാവ് വേണ്ട എന്ന ദുനിയാവ് വേണം. പക്ഷെ ദുനിയാവ് ഒന്നാകെ വാരിക്കൂട്ടി ആഖിറം മറക്കുന്ന ശൈലി പാടില്ല എന്നേ ഉള്ളൂ. ദുനിയാവ് എത്രയും സമ്പാദിക്കാം, നല്ലതാണ്, വിശ്വാസിക്കാണെങ്കിൽ നല്ലതാണ്.
ലിർറജുലി സ്വാലിഹ് നബി തങ്ങൾ പറഞ്ഞു, ഒരു സ്വാലിഹായ മനുഷ്യന് നല്ല സമ്പത്തുണ്ടാകുകയാണെങ്കിൽ അതത്ര നല്ലതാണ്. നല്ല മനുഷ്യന് നല്ല സമ്പത്ത് നല്ല കാര്യമാണ്. ആ നല്ല സമ്പത്തിനെ അവൻ റബ്ബിന്റെ മാർഗത്തിൽ റബ്ബിനെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് അവന് കൈകാര്യം ചെയ്യാം, ചെലവഴിക്കാം. അത് അവന് ലാഭമാണ്, സമൂഹത്തിന് ലാഭമാണ്, ദീനിന് ലാഭമാണ്, മൊത്തം മനുഷ്യർക്ക് ലാഭമാണ്. അല്ല, എല്ലാ ജീവജാലങ്ങൾക്കും പോലും ഒരു പക്ഷേ ഇവിടെ സമ്പത്ത് കൊണ്ട് പ്രയോജനമായിരിക്കും. ദുനിയാവിനെ നന്നാക്കി തന്നെ അല്ലാഹ്, അതിനാണല്ലോ എന്റെ ജീവിതം. എന്റെ പരലോകം നീ നന്നാക്കി തരണേ. അല്ലത്തി ഇലൈഹാ മആദി, അതിലേക്കാണല്ലോ എനിക്ക് മടങ്ങിച്ചെല്ലാൻ, തിരിച്ചു പോകാനുള്ളത് അങ്ങോട്ടാണ്. ഒരു മടക്കമുണ്ട്, ആ മടക്കം പരലോകത്തേക്കാണ്. പരലോകവുമാണ് നന്നായി കിട്ടുക. അവിടെ നരകത്തിൽ പോകേണ്ടി വന്നാൽ എല്ലാം നഷ്ടമായി മാറി. ശേഷം നബി തങ്ങൾ പ്രാർത്ഥിച്ച കാര്യമാണ് വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. റബ്ബേ, ജീവിതം എന്നത് എല്ലാ ഖൈറിലുമുള്ള വർദ്ധനവാക്കി തരണേ അല്ലാഹ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഖൈർ വർദ്ധിക്കുക എന്നാകണം അർത്ഥം. ഒരു ദിവസം ഏറെ കിട്ടിയാൽ എന്തു ലാഭം കിട്ടി, എന്തു നേടി എന്ന് ചോദിച്ചാൽ കുറെ ഖൈറുകൾ അധികം ചെയ്യാൻ കഴിയും. ഇന്നലെ മരിച്ച മനുഷ്യന്മാരുണ്ട്, കഴിഞ്ഞ ആഴ്ച മരിച്ചവരുണ്ട്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരല്ലാത്തവർ എല്ലാം നമുക്ക് മുമ്പേ യാത്ര പോയവരുണ്ട്. നമ്മൾ ഇന്നും കൂടെ ജീവിച്ചു, ഇതുവരെ ജീവിച്ചു. ഇന്ന് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം ഖൈറുകൾ വർദ്ധിച്ചു കിട്ടി. ഇന്നലെ മരിച്ചിരുന്നുവെങ്കിൽ ചെയ്യാൻ കഴിയാത്ത ഖൈറുകൾ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞു. നിസ്കാരം നിസ്കരിച്ചു, ഫർളും സുന്നത്തുമായി നിർവഹിച്ചു, അതേപോലെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു, തക്ബീറുകൾ വർദ്ധിപ്പിച്ചു, ദാനധർമ്മങ്ങൾ ചെയ്തു, കുടുംബബന്ധങ്ങൾ ചേർത്തി, ഒരുപാട് ആളുകളുമായി സ്നേഹവും സന്തോഷവും പങ്കിട്ടു, ഒരുപാട് ആളുകൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിഞ്ഞു, മുസ്ലിമീങ്ങളെ പൊതുവായ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു, ജുമുഅയിലും പങ്കെടുത്തു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ഖൈറായി. എല്ലാ ദിവസവും ഒരു ദിവസം ഏറെ കിട്ടിയാൽ ഖൈർ അധികമായി കിട്ടും. റബ്ബേ, എന്റെ ജീവിതം എന്നത് ഖൈർ വർദ്ധിക്കാനുള്ള ഒരു അവസരമാക്കണം. അല്ലാതെ കുട്ടികൾക്ക് വാപ്പണ്ട് പറയാൻ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. കട തുറക്കാൻ വേണ്ടി മാത്രം, കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം, ഓഫീസിൽ പോകാൻ വേണ്ടി മാത്രം ജീവിച്ചിട്ട് എന്ത് കാര്യം? അതുണ്ടായിക്കോട്ടെ, വേണ്ടെന്നല്ല. പക്ഷേ ജീവിതം എന്നത് ഖൈർ വർദ്ധിക്കാനുള്ള ഒരു അവസരം. ഒരു 10 മിനിറ്റ് ഏറെ കിട്ടിയാൽ ആ 10 മിനിറ്റ് കൊണ്ട് കുറച്ചധികം ഖൈറുകൾ ചെയ്യാൻ കഴിയും. അതാണ് വിശ്വാസിയുടെ ആഗ്രഹം, അവരുടെ കാഴ്ചപ്പാട്. ഇനി അതല്ല, ഇതങ്ങ് ജീവിച്ചാൽ ഖൈർ ഇല്ല എന്നാണെങ്കിലോ മരണം എന്നത് എല്ലാ ശർറിൽ നിന്നുമുള്ള റാഹത്താക്കി തരണേ. ഇനി മുന്നോട്ട് പോയാൽ ഖൈറല്ല, ഇനി ജീവിച്ചാൽ ശർറാണ് എന്നാണെങ്കിൽ റബ്ബേ ആ ജീവിതം വേണ്ട എന്നാണല്ലോ ആ പ്രാർത്ഥനയുടെ ആശയം. അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണ്ട, എന്റെ മരണം ശർറിൽ നിന്നുള്ള റാഹത്താക്കി തരണേ. ഇതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ആകത്ത്. ഒരു വിശ്വാസ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്തിനാണ് ജീവിക്കുന്നത്? ആകത്തുക ഇതാണ്. ഒന്ന്, ദീനേറ്റവും നന്നായി ജീവിതത്തിൽ ഉൾക്കൊള്ളുക, പരലോകം നന്നായി കിട്ടുക, ദുനിയാവിലും മാന്യമായ ഒരു ജീവിതം, വശറാവാത്ത നല്ല മാന്യമായ ഒരു ജീവിതം ഉണ്ടാവുക. ജീവിക്കുന്നുവെങ്കിൽ ഖൈറുകൾ വർദ്ധിച്ചു കിട്ടുക. ഷർറാണ് എങ്കിൽ ആ ഷർറിന് രക്ഷപ്പെടാനായി മരണമാണ് ഇത് ആവശ്യമെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ മരിക്കുക. ഇതാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തെപ്പറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആകത്തുക, ഒരു കാഴ്ചപ്പാടാണ്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ സഹോദരങ്ങൾ, അത് ജീവിതത്തിന്റെ റൂട്ട് തന്നെ മാറ്റും, ജീവിതത്തിന്റെ വഴി തന്നെ മാറ്റിമറിക്കും. അവൻ എന്തു ചെയ്യുമ്പോഴും ഇത് മുമ്പിൽ വെച്ചുകൊണ്ടാ ചെയ്യും. എന്താലോചിക്കുമ്പോഴും, എങ്ങോട്ട് പോകുമ്പോഴും, എന്തെടുക്കുമ്പോഴും, എന്ത് കൊടുക്കുമ്പോഴും ഇത് മനസ്സ് വെച്ചുകൊണ്ടാണ് അവൻ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ പിന്നാലെ ഓടി തളർന്ന് എന്നും പ്രശ്നങ്ങളും പ്രയാസവും ടെൻഷനും ബാക്കിയാകുന്നല്ലാതെ ഒരു നേട്ടവും സാഹചര്യം ഉണ്ടാവുകയുമില്ല. വിശ്വാസികൾക്കാണ് നിർഭയത്വം, വിശ്വാസികൾക്കാണ് സമാധാനം. ഈമാനുള്ളവൻ, തൗഹീദുള്ളവൻ, അവനക്കാണ് സമാധാനം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, ആ ഈമാനിൽ ശിർക്ക് കലർത്താത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വം, അവരാണ് ഹിദായത്ത് കിട്ടിയവർ. അജബൽ ലിഅംനിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. കാരണം എന്താ? എല്ലാം ഖൈറാണ്, അവനെല്ലാം ഖൈർ. എന്ത് കിട്ടിയാലും ഖൈർ, കിട്ടിയില്ലെങ്കിലോ അതും ഖൈർ, എന്ത് സംഭവിച്ചാലും ഖൈർ. ഖൈറല്ലാത്ത മറ്റൊന്നും വിശ്വാസിക്കില്ല. അത്ര വലിയ മഹത്തായ ഒരു ആദർശമാണ്, ഒരു ദീനാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഖൈറിന്റെ വഴിയെ കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുക. ജീവിക്കുന്തോറും നന്മകൾ വർദ്ധിച്ചു കിട്ടണം. നന്മയുടെ തുലാസിലേക്ക് ഭാരം അധികമായി വന്നുകൊണ്ടേയിരിക്കണം.
ഷർറുകൾ ഇല്ലാതായി പോകണം, തിന്മകൾ ഇല്ലാതായി പോകണം. അതിന് പറ്റാവുന്ന ഒരു ജീവിത രീതിയെ ക്രമീകരിച്ചെടുക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത എല്ലാ വിശുദ്ധികളും ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ നന്മയിൽ സജീവമാക്കുന്ന, നന്മകളെ വാരിക്കൂട്ടുന്ന ഒരു ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമുക്കെല്ലാം അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.